ഈ ടിപ്സിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സേവിങ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻവെസ്റ്റിങ്ങിലെ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട പ്രയോറിറ്റി എന്നുള്ളത് സ്റ്റാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഏർലി ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക് നമ്മുടെ നിത്യവരുമാനത്തിൽ നിന്ന് എത്രയും വേഗം എത്രയും നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാൻ കഴിയുന്നുവോ അതാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലെ ആദ്യം നടപ്പാക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കൃത്യമായി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന അത്രയും നേരത്തെ, ചെറിയ തുകയാണെങ്കിൽ പോലും തുകയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ വളരെ നേരത്തെ തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഈ ടിപ്സിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സേവിങ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻവെസ്റ്റിങ്ങിലെ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട പ്രയോറിറ്റി എന്നുള്ളത് സ്റ്റാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഏർലി ആസ് സൂൺ ആസ് പോസിബിൾ. നമുക്ക് നമ്മുടെ നിത്യവരുമാനത്തിൽ നിന്ന് എത്രയും വേഗം എത്രയും നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാൻ കഴിയുന്നുവോ അതാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലെ ആദ്യം നടപ്പാക്കേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കൃത്യമായി ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന അത്രയും നേരത്തെ, ചെറിയ തുകയാണെങ്കിൽ പോലും തുകയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ വളരെ നേരത്തെ തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ സക്സസ് ആയ ആളുകളെല്ലാം തന്നെ എപ്പോഴും അനുവർത്തിച്ച് വരുന്ന ഒരു കാര്യമാണ് അവർക്ക് സേവ് ചെയ്യാൻ, ഏൺ ചെയ്യാൻ തുടങ്ങുന്ന അന്ന് തൊട്ട് തന്നെ സേവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. നിങ്ങൾക്കും അത് നടപ്പിലാക്കാൻ കഴിയട്ടെ.